സാർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായോ? ഇല്ല. അപ്പോൾ നല്ല തിരക്കിലായിരുന്നു തോന്നല്ലോ. ഹാ, വരുന്ന വഴി നമ്മുടെ ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. ആര്? നമ്മുടെ ജോബിനെയോ? അതെ. എന്തായി അവർ തമ്മിലുള്ള ഇഷ്യൂസ്? ഒക്കെ കോംപ്രമൈസ് ആയോ? തൽക്കാലം ശാന്തമാണ്. അടിയൊഴുക്കുകൾ ശക്തമാണ്. അതുകൊണ്ട് എന്തോ ഏത് നിമിഷം പ്രതീക്ഷിക്കാം. അപ്പോൾ വിചാരിച്ച അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റില്ലേ? ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ട് സർ. പക്ഷേ സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല. അല്ല, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ടെന്നറിയാം. എന്നാലും അപ്പവും ആളും തമ്മിലുള്ള റിലേഷൻ വെച്ച് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, അതുപോട്ടെ. ഞാൻ അപ്പൂനെ കാണണമെന്ന് പറഞ്ഞത് പ്രധാനമായും 1-2 കാര്യങ്ങൾ പറയാനാ. ഫിലിപ്പോസിന് കോടതി ജാമ്യം റദ്ദാക്കിയത് കൊണ്ട് ഇനി അടുത്ത ഹിയറിംഗ് വരെ അയാളുടെ ഭാഗത്തു നിന്ന് വേറെ നീക്കങ്ങളുണ്ടാവില്ല. ആ സമയം ഞാനൊരു യാത്ര പോകാൻ ഒരുങ്ങുക. യാത്രയോ? എവിടേക്കാണ് സർ? ആതിരയ്ക്ക് വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്യണം. അതിന് തിരുനെല്ലി വരെ ഒന്ന് പോകണം. അവിടെ അവളുടെ ചിതാഭസ്സം നിമജ്ജനം ചെയ്യണം. പിന്നെ അവിടെ നിന്ന് കുറച്ച് പുണ്യസ്ഥലങ്ങൾ കൂടെ സന്ദർശിക്കണം. കാശിയും കേദാർനാഥും ഒന്ന് പോകണം. ആതിരയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് പോകണമെന്ന്. ജീവനോട് അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെയെങ്കിലും അവളുടെ കാര്യമായതുകൊണ്ട് അപ്പനോട് കൂടി ഒന്ന് പറഞ്ഞിട്ടാവാ യാത്ര എന്ന് കരുതി. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഒപ്പം വന്നേനെ. വേണ്ട അപ്പോ, ഇതെന്റെ കടമയാ. അവളെ കൊണ്ടുപോകുന്നേറ്റത് ഞാനല്ലേ. ഇങ്ങനെയെങ്കിലും ആ കടമൊന്നും തീരട്ടെ. പോയിട്ട് വരൂ സർ. അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം അപ്പൂനോടായതുകൊണ്ട് നേരിട്ടങ്ങ് പറയാലോ. പണിക്കർ സാർ എന്നെ കാണാൻ വന്നിരുന്നു. ആ വരവിൻ്റെ ഉദ്ദേശം സാറ് പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. എൻ്റെ ബാംഗ്ലൂരിലേക്കുള്ള ഷിഫ്റ്റിംഗ് വേണ്ടെന്ന് വെക്കണമെന്ന് സാറിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കാനല്ലേ? അപ്പോൾ അതെങ്ങനെ മനസ്സിലായി? VPയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജോലി ഇതാ. ഞാനുമായി പേഴ്സണലി അടുപ്പമുള്ളവരോടൊക്കെ ഈ റെക്കമെൻഡേഷൻ VP വെക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. സാറിനെ കാണാൻ വന്നതും അങ്ങനെ ഒരു ശുപാർശയായിട്ടല്ലേ? അതുകൊണ്ടാണ് ഞാൻ അപ്പൂനോട് പറഞ്ഞത് ആ കാര്യം മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ എനിക്ക് ആഗ്രഹവുമില്ല. എങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? വിശേഷിച്ചും പണിക്കർ സാർ അപ്പൂനെ എല്ലാ രീതിയിലും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായ സ്ഥിതിക്ക്. അല്ല, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ? സാറിന്റെ സംശയം ജനുവിനാ. ഇവിടുന്ന് മാറി നിൽക്കാൻ പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും ചിന്തിക്കാതെ ഇപ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് എന്തിനാണ് ഈ ഷിഫ്റ്റിംഗ് എന്ന് തോന്നിയേക്കാം. ചില കാര്യങ്ങൾ അങ്ങനെയാണ് സർ. ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോകേണ്ടി വരും. എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ എൻ്റെ പ്രസൻസ് ആഗ്രഹിക്കുന്നവരെ പോലെ തന്നെ എൻ്റെ ആബ്സൻസും ആഗ്രഹിക്കുന്നവരുണ്ട്. അവരെ നിരാശപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഒക്കെ അപ്പൂൻ്റെ ഇഷ്ടമാണ്, താല്പര്യമാണ്. ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്നത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഇനിയൊരു 10 ദിവസം കൂടി ഉണ്ട് സർ. ആദ്യത്തെ കോഴ്സ് മെഡിസിൻ തീർന്നിട്ടേ എന്തായാലും യാത്രയുള്ളൂ. അപ്പോഴേക്കും എൻ്റെ യാത്ര കഴിഞ്ഞ് ഞാനും തിരിച്ചെത്തും. നമുക്ക് എന്നിട്ട് കാണാം. അത് കഴിഞ്ഞാലേ അപ്പോൾ പോവും. ഷുവർ സർ. സാർ തിരിച്ചു വന്നിട്ടേ എന്തായാലും യാത്ര ഉണ്ടാവും. സാർ എപ്പോഴാണ് പോകുന്നത്? ഞാനിന്ന് വൈകിട്ട് തന്നെ പോവും. അപ്പൂനോട് ഒന്ന് യാത്ര പറയണമെന്നുണ്ടായിരുന്നു, അതാ. ശരി സർ, പോയിട്ട് വരൂ. ഓക്കെ അപ്പൂ, വന്നിട്ട് കാണാം. വരൂ അപ്പൂ, ഞാൻ അപ്പൂനെ ഓട്ടോ കിട്ടുന്നിടത്ത് ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, സാർ പോയിക്കോളൂ, ഞാൻ നടന്നോളാം. ശരി അപ്പൂ. ശരി. ആ, താനിവിടെ ഉണ്ടായിരുന്നോ? ഭാഗ്യം. താനിവിടെ കാണുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു. ആ, എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? ഇവിടെ ഇത്ര പെട്ടെന്ന് അങ്ങ് മറന്നോ? എങ്ങനെ മറക്കും? മാമോളെ, മോക്ക് സുഖാണോ? എന്താ മാമ ഇവളെ കൂട്ടി? അത് ഇതാ ഇവളെ ഓർമ്മയില്ലേ? പിന്നെ മോക്കി ആന്റി ഓർമ്മയുണ്ടോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. ആ
ആ പിന്നെ ഇവളെയും കൂട്ടി വരാൻ ഒരു വിശേഷമുണ്ട്. അത് പറയാം. ആ അപ്പു ഇല്ലേ ഇവിടെ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പു പുറത്തേക്ക് പോയതാ. ഓ, ഇപ്പോഴെങ്ങാനും വരുവോ? ഉച്ചയ്ക്ക് മുമ്പ് വരാന്ന് പറഞ്ഞാ പോയത്. ഗീതയ്ക്ക് ഇന്ന് പാർലറിൽ പോണ്ടേ? ഉച്ച കഴിഞ്ഞ് പോവാന്ന് വിചാരിച്ചു. അല്ല, അമ്മിവാമൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. എടോ, താനും അപ്പുവും കൂടി അന്ന് കണ്ടെടുത്ത ഈ മുത്തില്ലേ, ഇപ്പോ ക്ലാസ്സിൽ ഫസ്റ്റാ. അതെയോ? മിടുക്കി. ആ, അതിന്റെ സന്തോഷം ഇവിടെ വന്ന് നേരിട്ട് അറിയിക്കണമെന്ന് കുഞ്ഞിനൊരു ആഗ്രഹം. അപ്പൊ പിന്നെ കഴിഞ്ഞ തവണ നമ്മുടെ ആൾക്കാര് കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇവളുടെ വീട്ടിൽ ചെന്നപ്പോ ഇങ്ങനൊരു ആഗ്രഹം ഇവള് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ ഇത്തവണ നേരിട്ട് ചെന്ന് ഇവളെ ഞാനിങ്ങ് കൂട്ടി. അപ്പുചേട്ടൻ വരെ ലേറ്റ് ആവോ? ഇല്ല, മോള് പോകുന്നതിന് മുമ്പേ വരും. സ്വീറ്റ്സ്. ആ, ആഘോഷമായിട്ടാണല്ലോ. താങ്ക് യു. ഇത് അപ്പുചേട്ടന് കൊടുക്കണേ. അത് അപ്പുചേട്ടൻ വരുമ്പോ മോളായിട്ട് തന്നെ കൊടുത്താൽ മതി. മോള് വല്ലതും കഴിച്ചായിരുന്നോ? ആ, രാവിലെ കഴിച്ചു. അത് രാവിലെ അല്ലേ? ഇതാ, ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. മോള് വാ. നല്ല മിടിക്കാടോ ഇവള്. താൻ നോക്കിക്കോ, ഇവള് പഠിച്ച് നല്ലൊരു നിലയിലെത്തും. തന്റെ ഈ കണ്ടെത്തല് വെറുതെ ആവില്ലടോ. എന്റെ കണ്ടെത്തലല്ല അമ്മിവാമ, അപ്പുവാണ് ഈ മിടുക്കിയെ കണ്ടെത്തിയതും സഹായിച്ചതൊക്കെ. എന്തായാലും അമ്മിവാമൻ അവൾക്ക് പഠിക്കാനുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്തല്ലോ. പിന്നെ നമ്മൾ എന്തിനാടോ ഈ സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ് നടക്കുന്നേ? മിനിമം ഇത്രയെങ്കിലും ഒരു സഹായം ഒരു പാവം പെൺകുട്ടിയോട് ചെയ്യണ്ടേ? ഇപ്പൊ എന്തായാലും ഇവൾക്കും ഇവളുടെ അമ്മയ്ക്കും സ്വൈരമുണ്ട്. ആ ശല്യക്കാരൻ രണ്ടാം ഭർത്താവിനെ ആ ഏരിയയിൽ കടത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ആൾക്കാരോട്. എന്തെങ്കിലും കുഴപ്പം കാണിച്ചാ പിടി വീഴുമെന്ന് നല്ല പേടിയുണ്ടേ. ഇപ്പോ അവളുടെ അമ്മയ്ക്ക് അടുത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയില് ഒരു സൂപ്പർ ജോലിയും തരപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സംഘടനയിലെ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ സഹായിക്കും, അല്ലലില്ലാതെ കഴിയാം. പിന്നെ കൊച്ചിന് മനസമാധാനത്തോടെ സ്കൂളിൽ പോവാം. മതി, അത്രയൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ടാവും. 10ാം ക്ലാസ് വരെയുള്ള പഠിത്തവും പാഠപുസ്തകങ്ങളും ട്യൂഷനുള്ള ഏർപ്പാടുകളൊക്കെ ഇപ്പൊ തന്നെ ചെയ്തു കഴിഞ്ഞു. ആ, അത് കഴിയുമ്പോ ഇതുപോലുള്ള സന്മനസ്സുള്ള ആൾക്കാർ ഇനിയും വരുമായിരിക്കും. അതിന് മാളു ജോബിനോട് പിണങ്ങിയിട്ടാണ് അവളുടെ വീട്ടിലേക്ക് പോയതെന്ന് അമ്മച്ചോട് ആരാ പറഞ്ഞത്? അതിനി ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ ഡേയ്സുമ്പ എനിക്ക് മനസ്സിലാക്കാൻ? നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. പിണങ്ങിയിട്ടല്ലെങ്കിൽ നിന്നെയും കൊണ്ട് ജോക്കുട്ടൻ ഈ പടി കടന്ന നിമിഷം തന്നെ കുപ്പായവും മാറി അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ കൂട്ടാക്കുവോ? അതും എന്തോ വാങ്ങാനാണെന്ന് കള്ളവും പറഞ്ഞു. എങ്ങോട്ട് പോവുകയെന്ന് ഞാൻ അവളോട് അഴിഞ്ഞും കിഴിഞ്ഞും ചോദിച്ചു തന്നെ. എന്നിട്ടും വീട്ടിലേക്കാണെന്ന് അവളൊരു സൂചന പോലും എനിക്ക് തന്നില്ല കേട്ടോ. അവള് ചിലപ്പോ അവനോട് പറഞ്ഞിട്ടായിരിക്കും പോയത്. അങ്ങനാണെ പിന്നെ ജോക്കുട്ടൻ വന്ന് അവളെവിടെ പോയതാന്ന് എന്നോട് അന്വേഷിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അവൾ എവിടാന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞിട്ട് കൂടി അവൻ അത് ചെയ്തതുമില്ല. അല്ല, അതിനവനെ കുറ്റം പറയാനും പറ്റിയല്ലോ. മര്യാദകളല്ലേ അവള് കാണിച്ചത്. ഇനി എന്നാ പിണക്കമുണ്ടെന്ന് പറഞ്ഞാലും എങ്ങോട്ടാ ഇറങ്ങി പോകുന്നതെന്ന് സ്വന്തം കെട്ടിയവനോട് പറയാനുള്ള ഒരു ബാധ്യത അവക്കില്ലേ? എനിക്ക് തോന്നുന്നതേ, കാര്യം വീണ്ടും വഷളാവെന്ന് മനസ്സിലായപ്പോഴോ അവളുടെ അപ്പനായിട്ട് തന്നെ ഇവിടെ കൊണ്ട് വിട്ടതായിരിക്കുന്ന. അല്ലെങ്കിൽ ഇപ്പോഴും പെണ്ണ് അവളുടെ വീട്ടിൽ നിന്നേനെ. ഇനി കൂടുതൽ ആലോചിച്ച് നീ തല പുണ്ണാക്കൊന്നും വേണ്ട ഡേയ്സമ്മ. അവര് തമ്മിൽ അത്ര നല്ല രീതിയിലല്ല പോകുന്നതെന്നുള്ള അച്ചട്ട. നമ്മളറിയാത്ത എന്തോ ഒരു കിറുകിറുപ്പ് രണ്ടുപേരുടെ ഉള്ളിലും ഉണ്ട്. ഞാൻ ജോബിനെ വിളിച്ചപ്പോ അവന് സംശയം തോന്നാത്ത രീതിയിൽ ഒന്ന് ചോദിച്ചു നോക്കി. മാളുവിനെ കുറിച്ച് നല്ല കാര്യമായിട്ടാണല്ലോ അവൻ സംസാരിച്ചത്. മാളുവും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നോട്. അത് ചിലപ്പോ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാവും രണ്ടുപേരും കൂടെ നിന്റെ മുന്നിൽ തായം കളിക്കുന്നത്. പക്ഷേ പുറമേ കാണുന്ന പോലെ അല്ല രണ്ടിന്റെ മനസ്സിലെന്നുള്ളത് ഉറപ്പാ ഡേയ്സമ്മ. ഏതായാലും നീ ഇവിടെ ഉണ്ടല്ലോ, നിനക്ക് വഴിയേ മനസ്സിലായിക്കോളൂ.
ആ ജോക്കുട്ടൻ വന്നല്ലോ. അതെ, നീ ഇപ്പൊ ഇതേക്കുറിച്ചൊന്നും ചെറുക്കനോട് ചോദിക്കാൻ നിൽക്കണ്ട. മമ്മി, യാത്രാക്ഷീണമൊക്കെ മാറിയോ? ആള് നല്ല സ്മാർട്ടായല്ലോ. നീ എന്താ നേരത്തെ വന്നത്? ഞാൻ വിളിച്ചപ്പോ നീ ലേറ്റായിട്ടേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ മമ്മിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ചുമ്മാ പറഞ്ഞല്ലേ. ഞാനും മാളും കൂടി ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു കുഞ്ഞു കളത്തരം. അപ്പൊ രണ്ടുപേരും കൂടി ഒത്തുചേർന്ന് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? അയ്യോ ആന്റി, എനിക്കിതിൽ പങ്കൊന്നുമില്ല. ഡോക്ടർ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പോ ഞാനതിന് സമ്മതിച്ചേ ഉള്ളൂ. എന്നതാണോ ജോക്കുട്ടൻ നീ കൊണ്ടുവന്നേ? അതെ, ഇന്നത്തേക്കുള്ള ഫുഡ് ഞാൻ പുറത്തുനിന്ന് വാങ്ങി. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇന്ന് മമ്മിക്ക് ഫുൾ റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതിന്റെ? ഞാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കുമായിരുന്നല്ലോ. എനിക്കതിനു വേണ്ടി വലിയ ക്ഷീണമൊന്നുമില്ല. ആ, അതൊക്കെ ആന്റി വെറുതെ പറയുന്ന. നല്ല ക്ഷീണമുണ്ട്. ഫുഡ് വാങ്ങി വരാൻ ഞാനാ ഡോക്ടറോട് പറഞ്ഞത്. ആ അമ്മച്ചി, അമ്മച്ചിക്ക് ഇഷ്ടമുള്ള താറാമുട്ട റോസ്റ്റും നാടൻ കോഴിപ്പരട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ ഡോക്ടർ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ വാങ്ങിയില്ലേ? ആ, അത് വാങ്ങിയില്ലെങ്കിൽ താൻ എന്നെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന് എനിക്കറിയില്ലേ. അതുകൊണ്ട് ആദ്യം ഓർഡർ ചെയ്ത് അതാ. ആ, അങ്ങനെ വഴിക്ക് വാ, ഞാനിത് കൊണ്ടുവച്ചിട്ട് വരാം. ആ, ഡോക്ടർക്ക് ചായ എടുക്കട്ടെ? ചായ വേണ്ടോ, നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫി എടുത്തോ. മമ്മി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. മളു, കോഫിക്ക് മധുരം കുറച്ച് മതിയേ. ഓ, അറിയാം. അയ്യോടി അമ്മച്ചി, ഞാൻ എന്നതായി കാണുന്നേ? പിള്ളേര് പിന്നെ അടയും ചക്കരയും പോലെ ആയല്ലോ. ആ ഡെയ്സമോ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? ഒരു കുഴപ്പമില്ല. കുട്ടികൾ എന്ത് ഹാപ്പി ആയിട്ടാ ഇരിക്കുന്നേ. വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്നെയും കൂടി പേടിപ്പിച്ചു. ഹോ, പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്നാലും പെട്ടെന്നിങ്ങനെ മാറാൻ അവർക്കിത് എന്നാ പറ്റി? അവർക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയത് അമ്മച്ചിക്കാ. അതെങ്ങനെയാ? നല്ലതൊന്നും കണ്ണി പിടിക്കില്ലല്ലോ. ഷടാ, എന്നാൽ ഇതിങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഹാ, ചിലപ്പോ എനിക്ക് തോന്നിയതാവും. ദാ കോഫി കുടിക്ക. അവിടെ വച്ചേക്ക്. എല്ലാം കറക്റ്റ് അല്ലേ? എന്താ? അല്ല, ആന്റിയുടെ മുൻപില് എന്റെ അഭിനയത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആന്റി വിശ്വസിച്ചിട്ടുണ്ടാവൂല്ലേ? ആ, മമ്മി വിശ്വസിക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടില്ല. പക്ഷേ തന്റെ പെർഫോമൻസ് കണ്ടപ്പോഴാ താൻ നല്ലൊരു നടിയാണെന്ന് എനിക്ക് മനസ്സിലായത്. താങ്ക്സ്. പക്ഷേ എന്നെക്കാളും നല്ല പ്രകടനം ഡോക്ടറിൻ്റെതായിരുന്നു. ഒരു കുറ്റവും കുറവും ആർക്കും പറയാൻ പറ്റില്ല. മെഡിസിന് പഠിച്ചിരുന്നപ്പോ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നത് വെറുതെ ആയിരുന്നല്ലേ? അന്നേ എല്ലാവരുടെ മുമ്പിൽ നാടകം കളിച്ച് തുടങ്ങിയിരുന്നു അല്ലേ? എന്താ താൻ അങ്ങനെ ചോദിച്ചേ? അല്ല, ചെറുപ്പത്തിൽ ഇത്രയും ഇൻട്രോവേർട്ട് ആയ ആൾക്കാർക്ക് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ തോന്നുന്നില്ല. എന്തായാലും രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുന്നോണ്ട് ആന്റിയുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റി. ഇങ്ങനൊരു ടിപ്പ് പറഞ്ഞതിന് ഡോക്ടറോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എന്ന് പറഞ്ഞ് അഭിനയിച്ച് കൂടുതൽ ഓവറാക്കാൻ നിൽക്കണ്ട. ചിലതൊക്കെ കണ്ടാ മമ്മിക്ക് മനസ്സിലാവും. ആ ബോധം ഡോക്ടർക്കുള്ളത് നല്ലതാ. ദേ, സംസാരമൊക്കെ പിന്നെ. ആദ്യം കോഫി എടുത്ത് കുടിച്ചേ, ഇല്ലെങ്കിൽ അത് ചൂടാറും. ആ, ആഹാ, എന്ത് നല്ല കോഫി. ശരിക്കും തന്റെ കൈപുണ്യം അപാരം. ഡോക്ടർക്ക് വേണ്ടി ആവുമ്പോ എന്റെ സ്പെഷ്യൽ സ്നേഹം കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ടേ. അതാ അതിന് ഇത്ര ടേസ്റ്റ്. ആ, എനിക്കും തോന്നി. അതെ, നമുക്ക് നാളെ ഒരുമിച്ചൊന്ന് പുറത്തു പോയാലോ ഡോക്ടറെ? പിന്നെന്താ, എപ്പ വേണോന്ന് താൻ പറഞ്ഞാ മതി. ഡ്യൂട്ടി കഴിഞ്ഞേ ഞാൻ നേരത്തെ ഇറങ്ങാം. ആ, അമ്മച്ചി ഇവിടെ നിപ്പുണ്ടായിരുന്നോ? എന്താ അമ്മച്ചി? ഏയ് ഒന്നുമില്ല, നിങ്ങളിപ്പോ കഴിക്കുന്നുണ്ടോന്ന് ചോദിക്കാൻ വന്നതാ. ഇല്ല, അമ്മച്ചിയും മമ്മിയും കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഡോക്ടർ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അമ്മച്ചി. ആദ്യം കോഫി കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം, അല്ലേ ഡോക്ടർ?
ആ അതെ. അത് പോരെ അമ്മച്ചി? അത് മതി, അത് മതി. ആ, എന്നാ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ മക്കളെ. ഓ ശരി. അമ്മച്ചിയുടെ വക ഇതുപോലെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. കോഫി ഇത് മതിയോ, അതോ ഒരു സ്പൂൺ സ്നേഹം കൂടി ചേർത്ത് ഒരു കപ്പ് കൂടി എടുക്കണോ? മോള് നിറച്ച് കഴിച്ചായിരുന്നോ? നിറയെ കഴിച്ചു. വയറ് വല്ലാതെ നിറഞ്ഞു. അങ്ങനെ വേണം മിടുക്കി കുട്ടികളായ. ഇനി അടുത്ത തവണ ക്ലാസ്സിൽ ഫസ്റ്റ് ആവുമ്പോ ഈ ആന്റിക്ക് എന്താ കൊണ്ടുവരിക? ആന്റിക്ക് എന്ത് വേണേലും കൊണ്ടുവരാലോ. ആന്റിക്ക് മാത്രമല്ല, ഇവിടുത്തെ അപ്പുച്ചേട്ടനും അങ്കിളിനൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരാം. വെരി ഗുഡ്. ഹായ് സത്യഭാമ. ആ അപ്പുച്ചേട്ടാ, കൺഗ്രാറ്റ്സ്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. മിടുക്കി കേട്ടാ. ഇതുപോലെ എല്ലാ തവണയും ക്ലാസ് ഫസ്റ്റ് ആവണം. ക്ലാസ് ഫസ്റ്റ് മാത്രമല്ല, ഇനി മുതൽ അങ്ങോട്ട് സ്കൂളിലെ ടോപ്പറും ആവണം. ഞാൻ നന്നായി പഠിക്കുന്നുണ്ട് അപ്പുച്ചേട്ടാ. പിന്നെ മോളുടെ അമ്മയ്ക്ക് സുഖമല്ലേ? അതെ, അമ്മയുടെ അസുഖത്തിനൊക്കെ ഇപ്പൊ നല്ല കുറവുണ്ട്. അമ്പിയപ്പൂപ്പനും കൂടെയുള്ളവരും ആഴ്ചയിലൊരിക്കൽ വരും. മരുന്നോ മറ്റു കാര്യങ്ങളൊക്കെ വേണോന്ന് അന്വേഷിക്കും. ആഹാ, അത് കൊള്ളാലോ. എന്തു പറയുന്നു നിന്റെ ശത്രു? അയാളിപ്പോ കടല കച്ചവടത്തിന് നിന്നെ വിളിക്കാറില്ലേ? ഇല്ല, ആ ഏരിയയിലേക്കേ വരാറില്ല. അമ്പിയപ്പൂപ്പന്റെ ആൾക്കാര് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു പറഞ്ഞിരിക്കുക. ഇവക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തു അമ്മേ? നീ ചോദിച്ചു നോക്ക്. നിറയെ കഴിച്ചു. അതെയോ? എവിടെ എന്റെ പങ്ക് സ്വീറ്റ്സ്? ദാ, ഇത് മുഴുവൻ അപ്പുച്ചേട്ടനുള്ളതാ. അയ്യോ വേണ്ടടി മോളെ, എനിക്ക് നിന്റെ സന്തോഷത്തിന് ദാ ഈ ഒരെണ്ണം മതി. അപ്പുച്ചേട്ടന് സുഖമാണോ? സുഖാണ്. അപ്പുച്ചേട്ടൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു ദിവസം നിന്റെ അമ്മയും കാണാൻ വരുന്നുണ്ട്. അപ്പുച്ചേട്ടൻ എവിടെയാ പോകുന്നേ? കുറച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക്, ബാംഗ്ലൂർക്ക്. നീ 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിയുമ്പോഴേക്കും നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും കേട്ടോ. വേണ്ട അപ്പുച്ചേട്ടാ, എന്റെ അമ്മയെ വിട്ട് ഞാൻ എങ്ങും പോകില്ല. കേട്ട് പഠിക്ക്. അമ്മയോട് സ്നേഹമുള്ളവരൊക്കെ അങ്ങനെയാ അല്ലേ മോളെ? അപ്പോ ഇവളുടെ അമ്മയ്ക്ക് കൊടുത്തൂടെ എന്താ ഉള്ളത്? അയ്യോ അത് ശരിയാണല്ലോ. കുറച്ച് കാശ് കൊടുക്കട്ടെ? വേണ്ട അപ്പുച്ചേട്ടാ, കാശൊന്നും വാങ്ങണ്ടെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു. ആഹാ, അത് കൊള്ളാലോ. ഒരു കാര്യം ചെയ്യാം, എന്റെ കുറച്ച് ഉപയോഗിക്കാത്ത സാരി ഇരിപ്പുണ്ട്. അവരത് ഉപയോഗിക്കുമെങ്കിൽ അത് കൊടുത്തുവിടാം. അതിനെന്താ അമ്മ? ആ ചേച്ചി അത് കൊടുത്തോളും. അമ്മ എടുത്തു കൊടുക്ക. ദേ പോവാൻ അമ്പിയപ്പൂപ്പൻ തിരക്കൂട്ടുന്നുണ്ട്. അമ്മയ്ക്ക് അപ്പുച്ചേട്ടനെ കാണണോന്ന് പറഞ്ഞു. ആഹാ, കാണാൻ വരുന്നുണ്ടെന്ന് പറയേ. ബാ, നമുക്ക് സാരി നോക്കാമേ. അതിപ്പോ അപ്പുവിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ തനിക്ക് മനസ്സിലാക്കാൻ. എടോ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. താനും ഗീതയും പറഞ്ഞിട്ട് നടക്കാത്തത് ഇനി ഞാൻ പറഞ്ഞിട്ട് നടക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അമ്പിവാമൻ പറയുമ്പോ അതിന്റെ ഗൗരവം അപ്പൊ കുറച്ചുകൂടി ഉൾക്കൊള്ളല്ലോ എന്ന് വിചാരിച്ചു. എടോ, അതൊക്കെ തന്റെ വെറും തോന്നലാ VP. പിന്നെ വെറുതെ ഒന്ന് ശ്രമിച്ചു നോക്കാന്നേ ഉള്ളൂ, അതും തന്റെ ഒരു ആശ്വാസത്തിന്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇങ്ങനൊരു കൂടുമാറൽ കൊണ്ട് നിങ്ങൾക്കും അപ്പൂനും ഗുണമേ ഉണ്ടാവൂ. അപ്പൂനെ സംബന്ധിച്ച് ഏത് പുതിയ അന്തരീക്ഷവുമായി വേഗം ഇണങ്ങിച്ചേരാനുള്ള ഒരു കഴിവ് അപ്പൂനുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ ഒരു സ്ഥലത്ത് എത്തപ്പെടുന്നതോടുകൂടി പുതിയൊരു വ്യക്തിയായി മാറാൻ അയാൾ സ്വയം ആർജിച്ചെടുത്ത ഒരു വ്യഗ്രത ഉണ്ടാവുകയും ചെയ്യും. മറ്റ് കേടുപാടുകളൊന്നും അപ്പൂന്റെ ഏകാഗ്രതയെ ബാധിക്കില്ല താനും. നേരെ മറിച്ച് നിങ്ങൾക്കോ, നിങ്ങളുടെ ഓരോ വിസിറ്റിലും അപ്പു പുതിയൊരാളായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാനും സാധിക്കും.